ഹായ്, എല്ലാവർക്കും സിനീസ് ഫുഡ് കോർട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്പെഷ്യലായിട്ടൊരു ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമ്മൾ അവൽ വെച്ചിട്ട് ചെയ്യുന്ന ഒരു ലഡുവാണ്. അതുകൊണ്ട് തന്നെ ഫുൾ ഓഫ് പ്രോട്ടീൻസ് ആണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ലഡുവാണ്. നമുക്ക് കുട്ടികൾക്കൊക്കെ വൈകിട്ട് ഒരു ഈവനിങ് സ്നാക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു ലഡുവാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ വരും, അതോടെ ക്ലിക്ക് ചെയ്യുക കേട്ടോ നോട്ടിഫിക്കേഷൻസിനായിട്ട്. അപ്പോൾ നമുക്ക് വേഗം ലഡു തയ്യാറാക്കിയാലോ. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് അവലാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ വെള്ള അവലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബ്രൗൺ കളർ അവൽ കിട്ടുകയാണെങ്കിൽ അതാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ അതൊരു പാനിലിട്ടിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ പൊടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ചെയ്യുന്നത്. അപ്പോൾ അധികം കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ജസ്റ്റ് പൊടിക്കുന്ന ആ ഒരു പരിവുണ്ടല്ലോ, അത്രയും ആയാൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. ഇപ്പോൾ നമ്മുടെ അവൽ റെഡി ആയിട്ടുണ്ട്. പിന്നെ തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അതേ പാനിലേക്ക് തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ട് അതിൽ കുറച്ച് കിസ്മിസൊക്കെ ഇട്ടിട്ട് വറുത്ത് മാറ്റുന്നുണ്ട്. ജസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യിൽ നട്ട്സൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെ കൂടെ പൊടിച്ച് ചേർക്കാവുന്നതാണ്. ഇനി അതേ നെയ്യിലേക്ക് തന്നെ ഒരു 1/2 കപ്പോളം തേങ്ങ ചിരകിയതും പിന്നെ ഒരു 2 ഏലക്കായയും എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. അതും ഈ നെയ്യിലിട്ടിട്ട് ഒന്ന് വറുത്തിട്ട് മാറ്റുക. അധികം അങ്ങ് ഇതാക്കണ്ട, ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതി. ലഡു അങ്ങനെ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തേങ്ങ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ചേർക്കുന്നത്. അപ്പോൾ തേങ്ങയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതും തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ശർക്കരയാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ 3 കഷ്ണം ശർക്കര എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കുക. പക്ഷെ മധുരത്തിൻ്റെ അളവനുസരിച്ച് നിങ്ങൾക്ക് ശർക്കരയുടെ അളവൊക്കെ മാറ്റാം കേട്ടോ. ശർക്കര നന്നായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട്. ഇതൊന്ന് അരിച്ചിട്ട് നമുക്ക് എടുക്കണം. അപ്പോൾ ഇത് അരിച്ചിട്ട് മാറ്റി വെക്കാം. നമ്മുടെ അവലൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചിട്ടെടുക്കണം. ഇപ്പോൾ അവൽ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും ഏലക്കായും ഉണ്ടല്ലോ, അതും കൂടെ ചേർത്തിട്ട് അതും നന്നായിട്ട് ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് പൊടിച്ചെടുക്കുക. ഇപ്പോൾ അവലും തേങ്ങയും നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊരു ബൗളിലേക്ക് ഇടാം. എന്നിട്ട് നമ്മൾ ശർക്കര അരിച്ച് വെച്ചിട്ടുള്ളതാണ്, അത് കുറേശ്ശെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ചൂടോടുകൂടി തന്നെയാണ് ഒഴിച്ചത് ശർക്കര. അപ്പോൾ നമുക്ക് ലഡു പിടിക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ശർക്കര ഒരുമിച്ച് ഒഴിക്കരുത്, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് പാകത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. കാരണം നമുക്ക് ലഡു പിടിക്കാൻ പറ്റുന്ന ഒരു പരിവുണ്ടല്ലോ, അതനുസരിച്ച് വേണം ശർക്കര ഒഴിക്കാനായിട്ട്. അപ്പോൾ എനിക്കിവിടെ ഫുൾ ശർക്കര ഒഴിക്കേണ്ടി വന്നു. അപ്പോഴാണ് ആ ഒരു പിടിക്കാനുള്ളൊരു പരിവായത്. എന്നിട്ട് ഇതുപോലെ ലഡുവിൻ്റെ ഷേപ്പിലാക്കിയിട്ട് ഉരുട്ടിയിട്ട് എടുക്കുക, ക്രാക്കൊന്നും ഇല്ലാണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനൊരു കിസ്മിസ് വെച്ചിട്ട് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നട്ട്സൊക്കെ കൂടുതൽ ചേർക്കാം. അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റിയാണ്. പിന്നെ നെയ്യുടെ അളവ് നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് കൂട്ടുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതുപോലെ ലഡു എല്ലാം തയ്യാറാക്കിയിട്ട് എടുക്കുക. നമുക്കൊരു 1 കപ്പ് അവലിന് ഇതുപോലെ 10 ലഡുവാണ് ചെയ്തിട്ടെടുക്കാനായിട്ട് പറ്റുക. അപ്പോൾ നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു. എല്ലാവരും ഒന്ന് ഈ ലഡു ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ശരിക്കും അരിയുണ്ടയുടെയൊക്കെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടുതൽ റെസിപ്പീസായിട്ട് വീണ്ടും കാണാം. താങ്ക്